ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈന്തപ്പഴം അച്ചാറാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. മധുരമുള്ള അച്ചാർ ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. വളരെ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണിത്. ഇതിൽ വിനാഗിരി ഒന്നും നമ്മൾ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു അച്ചാറാണിത്. പിന്നെ ഇത് ബിരിയാണിയുടെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 200 ഗ്രാം ഡേറ്റ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തരത്തിലുള്ളതാണ്. ഇതാകുമ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ല ക്രീമി ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നല്ലെണ്ണ വേണം. ഞാൻ 200 ഗ്രാം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് 200 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. കഷ്ണങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് 2 വലിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ വെളുത്തുള്ളി ഒരു 30-35 അല്ലി എടുത്തിട്ടുണ്ട്. അത് രണ്ടും പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ വാളംപുളി വേണം. അത് 1/2 കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. ഇവിടെ ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം നല്ലെണ്ണയാണ് ഞാനിതിലേക്ക് ഇപ്പോൾ ഒഴിച്ചത്. അതായത് ആ കുപ്പിയിൽ വാങ്ങിയത് 200 ഗ്രാമാണ്. അതിൻ്റെ പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 100 ഗ്രാമോളം തന്നെ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 200 ഗ്രാം എണ്ണയാണ് വേണ്ടത്. കൂടുതൽ ചേർത്താൽ നല്ല എണ്ണ തെളിഞ്ഞിരിക്കുന്ന അച്ചാർ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടിക്കുക. അതിനുശേഷം കുറച്ച് വേപ്പില ഇട്ട് പൊട്ടിക്കുക. നമ്മൾ വെളിച്ചെണ്ണ മിക്സ് ചെയ്തത് കൊണ്ടാണ് ഈ പതഞ്ഞ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. പച്ചമുളക് ഒന്ന് നന്നായിട്ട് വാടി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റാക്കിയത് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അത് മൊരിയൊന്നും വേണ്ട. നന്നായിട്ട് മൂത്ത മണം വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂക്കുന്ന മണമൊക്കെ വരും. അതുവരെ നമ്മൾ കുക്ക് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിതിൽ അച്ചാർ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മളുടെ കൈകളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിനുശേഷം നമ്മൾ എടുത്ത തക്കാളി അത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെള്ളം വറ്റി എണ്ണ തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കണം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പുളിവെള്ളം ചേർക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ച പുളിവെള്ളമാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. അച്ചാർ കുറച്ച് ലൂസായ തരത്തിൽ വേണമെങ്കിൽ ഈ പുളി 1 കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ചിട്ട് ചേർക്കുക. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള അച്ചാറായിരിക്കും. ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് അച്ചാറിന് ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കുന്നത്. പോരാത്ത ഉപ്പ് നമുക്ക് അവസാനം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് ഈന്തപ്പഴം ചേർക്കാം. ഈന്തപ്പഴം മുഴുവനായിട്ടും ഇട്ടിട്ട് അച്ചാറിടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ 2ആക്കി ഇടാം. കുരുകളഞ്ഞതിന് ശേഷം അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഇതുപോലെ ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴ അച്ചാർ കിട്ടും. ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ക്രീമി ആയിട്ടുള്ള ഈന്തപ്പഴ അച്ചാറായിരിക്കും. വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈന്തപ്പഴം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എണ്ണയൊക്കെ ഇങ്ങനെ തിളച്ച് വരണത് കാണാൻ പറ്റും. ആ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കായപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക്
1 ടീസ്പൂൺ വീതം ഉലുവയും ചെറിയ ജീരകവും കൂടി ചൂടാക്കി പൊടിച്ച പൊടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് 1 ടീസ്പൂൺ പൊടിയാണ് ഞാൻ ചൂടാക്കി പൊടിച്ചെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിയുമ്പോഴേക്കും അച്ചാറിന് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഉലുവ ജീരകപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് കുപ്പിയിലാക്കുമ്പോഴേക്കും കുറച്ച് എണ്ണ ഇതിൻ്റെ മീതയിൽ ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ നല്ലെണ്ണ ഒരു പാനിൽ ചൂടാക്കി എടുക്കണം. നന്നായിട്ട് തിളക്കുന്നത് വരെ അത് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ കുപ്പിയിലേക്ക് അച്ചാർ ആക്കിയതിന് ശേഷം അതിൻ്റെ മീതയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരികിലുള്ള പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നമ്മളൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് മാറ്റുക. അതിനുശേഷം നമ്മൾ ചൂടാക്കിയ എണ്ണ ഇതിൻ്റെ മീതയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തണുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഉപയോഗിക്കാം. ഇത് ഒരാഴ്ച വരെ ഇങ്ങനെ തന്നെ ഇരുന്നാലും ചീത്താവില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അച്ചാർ കൂടുതൽ നാൾ ചീത്താവാതിരിക്കാനാണ് നല്ലെണ്ണയിൽ നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. ഞാനിത് കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഇതിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്തത്. പിന്നെ ഒറിജിനൽ നല്ലെണ്ണയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ക്ലോട്ടാവില്ല, കട്ടയാവില്ല. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കട്ടയാവും. അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾക്കിരിക്കട്ടെ. അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.